എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. അറിവിന്റെ കെടാവിളക്കായ അഖണ്ഡജ്യോതിയുടെ കാലാതീതമായ ജ്ഞാനത്തിലേക്ക്. നമ്മൾ കാണാൻ പോകുന്നത് 1951 നവംബറിലെ പതിപ്പിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഈ മാസികയുടെ പിന്നിലെ ആ വലിയ മനുഷ്യൻ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഈ ശക്തമായ പ്രാർത്ഥനയോടെ തന്നെ തുടങ്ങാം. ദൈവമേ, അവിടുത്തെ ജ്വാല അനശ്വരമായിരിക്കട്ടെ, അറിവിന്റെ വെളിച്ചം ഒരിക്കലും അണയാതിരിക്കട്ടെ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. പിന്നെ എങ്ങനെ സ്വയം നന്നാക്കാമെന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ ജോലികൾ എങ്ങനെയൊരു ആരാധനയാക്കി മാറ്റാമെന്നും അവസാനം യഥാർത്ഥ ആന്തരിക സമാധാനത്തെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാത്തിന്റെ അടിസ്ഥാനം, അതെ, ജ്ഞാനത്തിന്റെ പരമാധികാരമാണ്. യഥാർത്ഥ ആത്മീയ വളർച്ച തുടങ്ങുന്നത് ശരിയായ അറിവ് നേടുന്നതിലൂടെയാണ്. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ജ്ഞാനയജ്ഞം. എന്താണിത്? വെറുതെ പുസ്തകം വായിക്കുന്നതാണോ? അല്ല, സത്യത്തെ അറിയാനുള്ള ഒരു ആത്മീയ സാധനയാണത്. നമ്മുടെ ചിന്തകളെയും പ്രയത്നങ്ങളെയും അറിവിന്റെ അഗ്നിയിൽ ഒരു ഹോമം പോലെ സമർപ്പിക്കുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന്റെ ഒരു ആഴം നോക്കണേ. ഭഗവത്ഗീതയിലെ പോലും പറയുന്നുണ്ട്, ഈ ലോകത്ത് ജ്ഞാനത്തെപ്പോലെ പരിശുദ്ധമായ മറ്റൊന്നുമില്ല എന്ന്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് വെറും കുറച്ച് വിവരങ്ങളല്ല, അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ശരി, അറിവ് കിട്ടി. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും? അതാണ് അടുത്ത ചോദ്യം. നമുക്ക് ആത്മശുദ്ധീകരണത്തിന്റെ വഴികളിലേക്ക് കടക്കാം. ഇവിടെ വളരെ മനോഹരമായ ഒരു വാക്കുപയോഗിക്കുന്നുണ്ട്: ആന്തരിക കായകൽപ്പ്. അതായത് നമ്മുടെ ഉള്ളിനെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതുപോലെ, ഒരു സർവീസ് ചെയ്യുന്നതുപോലെ, നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയുമൊക്കെ ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ അടിമുടി മാറ്റാൻ സാധിക്കും എന്നാണിത് പറയുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണല്ലേ? ഒരു തെറ്റ് പറ്റിയാൽ എന്തു ചെയ്യണം? വളരെ ലളിതമായ 4 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ആദ്യം ആ തെറ്റ് സമ്മതിക്കുക, പിന്നെ അതിനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പിക്കുക, അതിനു വേണ്ട തിരുത്തലുകൾ ചെയ്യുക, അവസാനം ആ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠവുമായി മുന്നോട്ടു പോവുക. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരും. തെറ്റുകൾ തിരുത്താം, ശരി. പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും ഒരേ തെറ്റിലേക്ക് വലിക്കുന്ന നമ്മുടെ ചില ശീലങ്ങളില്ലേ, ഉള്ളിലെ ചില വാസനകൾ, അതിനെന്തു ചെയ്യും? അതിനൊരു ഉത്തരമായിട്ടാണ് അഖണ്ഡജ്യോതി പറയുന്നത് നമ്മുടെ ഉള്ളിൽ 2 ശക്തികളുണ്ടെന്ന്. ഒന്ന് നമ്മളെ താഴോട്ട് വലിക്കുന്നത്, അതായത് ദേഷ്യം, വാശി പോലുള്ള വിനാശകരമായ കാര്യങ്ങൾ. മറ്റേത് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്, അതായത് സ്നേഹം, ക്ഷമ പോലുള്ള നല്ല ഗുണങ്ങൾ. നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ആ നല്ല ഗുണങ്ങളെ വളർത്തുക എന്നതായിരിക്കണം. ഇങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് അത് വലുതാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല കരുത്ത് കിട്ടും. സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റും. നല്ല സൗഹൃദങ്ങളുണ്ടാവും. എല്ലാത്തിലും വലുത്, ഒരിക്കലും വിട്ടുപോകാത്ത ഒരു മനസ്സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിനെ ശുദ്ധീകരിച്ചു. ഇനി ഇത് പുറം ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാണിക്കേണ്ടത്? അതാണ് അടുത്ത വിഷയം. നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഡ്യൂട്ടികൾ, അതിലൂടെ എങ്ങനെ ആത്മീയത കണ്ടെത്താമെന്ന് നോക്കാം. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ശക്തിയാണ്! കടമ നിർവഹിക്കുന്നത് തന്നെ ദൈവത്തോടുള്ള ഭക്തിയാണ്. അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ, അത് കൃത്യമായി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. അപ്പോൾ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്? അത് അമ്പലത്തിൽ പോകുന്നതിലോ പ്രാർത്ഥിക്കുന്നതിലോ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, അത് കുടുംബത്തിനു വേണ്ടിയാകട്ടെ, നമ്മുടെ ഓഫീസിലാകട്ടെ, അത് 100% ആത്മാർത്ഥതയോടെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ടെൻഷനടിക്കാതെ ഇങ്ങ് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരസേവ. അപ്പോൾ നമ്മൾ അറിവ് നേടി, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. ഇതിൻ്റെയെല്ലാം അവസാനം നമ്മൾ എവിടെയാണെത്തുന്നത്? ആ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക്, ഒരിക്കലും ഇളക്കം തട്ടാത്ത ആ ആന്തരിക സമാധാനത്തിലേക്ക് നമുക്ക് കടക്കാം. അതാണ് അഖണ്ഡ സുഖശാന്തി. അതായത് ഒരിക്കലും കെട്ടുപോകാത്ത സന്തോഷവും സമാധാനവും. പുറത്ത് കൊടുങ്കാറ്റടിച്ചാലും നമ്മുടെ ഉള്ളിലെ ഈ വിളക്ക് അണയാതെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ യാത്രയുടെ അവസാന ലക്ഷ്യം. ഈ ഒരു മാനസികാവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ വാക്കായി തോന്നാം, പക്ഷെ സിമ്പിളാണ്. സന്തോഷം വരുമ്പോൾ ഒരുപാട് പൊങ്ങുകയോ ദുഃഖം വരുമ്പോൾ ആകെ തളർന്നു പോവുകയോ ചെയ്യാത്ത ഒരു സ്റ്റേബിൾ മൈൻഡ്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും? ഏത് പ്രശ്നം വന്നാലും കൂളായിരിക്കും. ഒന്നിനോടും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഉള്ളിൽ നിന്ന് വരുന്നൊരു യഥാർത്ഥ സന്തോഷം എപ്പോഴും ഉണ്ടാകും. എല്ലാവരെയും ഒരുപോലെ കാണും. ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ജീവിക്കും.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, ഈ യാത്രയുടെ ഒരു കാതൽ എന്തായിരുന്നു? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ഉള്ളിലെ ആ അഗ്നിയെക്കുറിച്ച് ഒന്നുകൂടി ഓർക്കാം. ഈ കാണുന്ന ചിത്രം പോലെ തന്നെയാണ് നമ്മുടെ യാത്രയും. അറിവിൽ നിന്ന് തുടങ്ങുന്നു, പ്രവൃത്തിയിലൂടെ കടന്നുപോകുന്നു, അവസാനം സമാധാനത്തിൽ ചെന്നെത്തുന്നു. വളരെ ലളിതമായ എന്നാൽ അതീവ ശക്തമായൊരു വഴിയാണിത്. ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ അറിവാണ്, അത് നമുക്കൊരു ക്ലാരിറ്റി തരും. പിന്നെ വരുന്നത് പ്രവൃത്തിയാണ്, അതായത് സ്വയം നന്നാക്കുന്നതും നമ്മുടെ കടമകൾ ചെയ്യുന്നതും. അത് നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തും. ഇതിൻ്റെല്ലാം ഫലമോ ശാശ്വതമായ സമാധാനവും ആനന്ദവും. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അറിവ് നേടുന്നതോ സ്വയം തിരുത്തുന്നതോ അതോ നിങ്ങളുടെ കടമകൾ കൂടുതൽ ഭംഗിയായി ചെയ്യുന്നതോ ഇപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ആ ഒരു ചെറിയ സ്റ്റെപ്പ് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.